ഹലോ ഗൈസ്, സുഗമോ ദേവി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം. അങ്ങനെ എല്ലാം തിരിച്ചു പിടിക്കുകയാണ് പ്രഭാവതി. പക്ഷെ അതിനിടയിൽ ആ ഒരാൾ വീണ്ടും പകരം ചോദിക്കാൻ എത്തുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പുതിയ ശത്രുവോ എന്ന് സംശയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു രംഗങ്ങൾ തന്നെ കേട്ടോ. വേറെ ഒന്നുമില്ല, ആദ്യം തന്നെ നമ്മുടെ കാട്ടൂരാൻ വന്ന സിദ്ധാർത്ഥിനെയും നമ്മുടെ ചന്ദ്രോത്ത് കുടുംബത്തെ മൊത്തം വന്ന് കാണുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ ചന്ദ്രോത്ത് വീട് നിങ്ങൾക്ക് കിട്ടാനുള്ള എല്ലാ പേപ്പറുകളും ശരിയായിട്ടുണ്ട്. അതിന്റെ താക്കോൽ ഞാൻ ആദ്യം ഏൽപ്പിക്കുന്നത് പ്രഭാവതി മാഡത്തിനെ ആയിരിക്കും. കാരണം ഈ പാവമാണ് സാറിനെ ഇറക്കാൻ വേണ്ടി കുറെ ഓടി കഷ്ടപ്പെട്ടത് എന്നൊക്കെ പറയുക കേട്ടോ. അപ്പൊ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക. നമ്മുടെ നന്ദൻ, ദേവിക, സിദ്ധാർത്ഥൻ, പ്രഭാവതി എല്ലാവരും കട്ട ഹാപ്പി ആയിട്ട് നിൽക്കുക കേട്ടോ. അപ്പൊ അതിനിടയിൽ ഇവരും പിറ്റേ ദിവസം രാവിലെ വണ്ടിയൊക്കെ വിളിച്ച് നേരെ ചന്ദ്രോത്ത് വീട്ടിലേക്ക് അങ്ങോട്ട് യാത്രയാവുകയാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ കുറെ ആൾക്കാർ വന്ന് അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ പണിക്കാരോട് നമ്മുടെ സിദ്ധാർത്ഥനും നന്ദനും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്, ആര് പറഞ്ഞിട്ട് ചെയ്യുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പണിക്കാർ പറയുന്നുണ്ട്, അതൊക്കെ സാറ് പറഞ്ഞിട്ടാ ചെയ്യുന്നേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ പ്രമോല് പറയുന്നുണ്ട്, ആ ഒരു പുതിയ ശത്രു വീണ്ടും പകരം ചോദിക്കാൻ എത്തുന്നു. ആരായിരിക്കും അല്ലെ പുതിയ ശത്രുവാണ്? ഇനി നമ്മുടെ ത്യാഗരാജൻ തന്നെയാണോ, അല്ലെങ്കിൽ അരുന്ധതി വല്ല വീട് വല്ല ആരും അറിയാതെ ലേലത്തിൽ പിടിച്ചടക്കിയോ? മിക്കവാറും ചിലപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു നമ്മുടെ കാട്ടൂരാൻ തന്നെയായിരിക്കും. കാട്ടൂരാൻ വന്നിട്ട് ക്ലീൻ ചെയ്യാൻ പറഞ്ഞതായിരിക്കും. അവിടെ ഒരു കോമഡി, എന്താ പറയാ, കോമഡി സീൻ ആക്കാൻ വേണ്ടി നമ്മുടെ സംവിധായകൻ കയറ്റി വിട്ടതാകാം നമ്മുടെ കാട്ടൂരാനെ. കാട്ടൂരാനായിരിക്കും അവിടെ എല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടി പണിക്കാരെയൊക്കെ ഏൽപ്പിച്ചത്. അങ്ങനെ ആവാനാട്ടോ സാധ്യത കൂടുതൽ. എന്തായാലും നമുക്ക് നോക്കാം, പുതിയ ശത്രു ആയിരിക്കുമോ അല്ലെങ്കിൽ കാട്ടൂരാനായിരിക്കുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.